ഭർത്താവിൻ്റെ അനിയൻ വന്നപ്പോൾ ഭർത്താവ് പറഞ്ഞു, എടി അവന് ഡ്രൈവിങ് നന്നായിട്ട് അറിയാം, നീ പഠിക്കുന്നു? ആ, ഞാൻ പഠിക്കുന്നു ചേട്ടാ, എനിക്കിപ്പോൾ പഠിക്കണമെന്നങ്ങ് തോന്നുന്നു. ഇത്രയും നാളും പഠിക്കണ്ടായിരുന്നു, ഇപ്പോഴില്ലേ കാറിൻ്റെ ഗിയർ കണ്ടപ്പോൾ എനിക്ക് പഠിക്കണം. എന്തായാലും നമുക്ക് മഞ്ജുളയുടെ മെയിലേക്കൊന്ന് കിടക്കാം. മാഡം, എൻ്റെ പേര് മഞ്ജുള, യഥാർത്ഥ പേരല്ല. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി. ഒരു പ്രേമവിവാഹമായിരുന്നു. ആക്ച്വലി ഞാനന്ന് ചെന്നൈയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് കേരളത്തിലേക്ക് വരികയായിരുന്നു. അന്ന് എനിക്ക് ട്രെയിനിൽ RAC ആണ് കിട്ടിയത്. താഴെ സൈഡ് സീറ്റിൽ 2 പേര്. ഞാൻ അവിടെ നിന്ന് കയറി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സീറ്റിൽ ഒരു പെൺകുട്ടി വരണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ആണുങ്ങളാണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാകും, പക്ഷേ എന്ത് ചെയ്യാനാണ്, വന്നത് സാമാന്യ സുന്ദരനായ ഒരു പുരുഷൻ. പക്ഷേ കണ്ടപ്പോഴില്ലേ എനിക്ക് എന്തോ ഒരു പ്രശ്നം തോന്നി. കാര്യം എനിക്ക് അങ്ങനോട് ഇഷ്ടം തോന്നുമോ എന്നങ്ങ് പേടിയായിരുന്നു. പുള്ളിയാണെങ്കിൽ ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ തുറന്നു വന്നിട്ടും എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുകയാണ്. കാറ്റൊക്കെ അടിക്കുമ്പോഴില്ലേ എനിക്ക് അങ്ങനെ ശ്രദ്ധിക്കാൻ അങ്ങ് തോന്നുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ച് അവസാനം പരിചയപ്പെട്ടു. പുള്ളി എൻ്റെ നമ്പരൊക്കെ വാങ്ങിച്ചു. ആ ഒരു സമയത്ത് ഞാനങ്ങ് കൊടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കൊടുക്കണമെന്നല്ലേ പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളതും. അപ്പോൾ നമ്പർ കൊടുത്തു കഴിഞ്ഞപ്പോഴില്ലേ പിന്നെ ആ മനുഷ്യൻ വിളിയോട് വിളി. ഒരു പ്രാവശ്യം നമ്പർ കൊടുത്തല്ലേ, അതുകൊണ്ട് വിളിക്കുമ്പോൾ എന്താണെന്നൊന്ന് കേൾക്കണ്ടേ, അതിനുവേണ്ടി ഞാനും തിരിച്ച് വിളിക്കാനും കേൾക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ പ്രേമമായി. ഇടയ്ക്കൊക്കെ ഞങ്ങൾ കാണാൻ തുടങ്ങി. പുള്ളിയുടെ വീട് തൃശ്ശൂരാണ്, എൻ്റെ വീട് കോട്ടയത്തുമാണ്. എന്നാൽ ഞങ്ങൾ എറണാകുളത്ത് വെച്ച് കണ്ടുമുട്ടും. നടുക്ക് വെച്ച് കണ്ടുമുട്ടുന്നതാണല്ലോ ത്രില്ല്. അതിനിടയ്ക്ക് പുള്ളി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബാ നമുക്കത് ചുറ്റിക്കറങ്ങിയിട്ട് വരാം, ഒരു ഹോട്ടൽ റൂം എടുക്കാം, ഒരു ലോഡ്ജിൽ പോകാമെന്നൊക്കെ. ഞാൻ പറഞ്ഞു പറ്റില്ല, ഞാൻ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണ്, വിവാഹത്തിന് മുമ്പ് അങ്ങനെയൊന്നും പറ്റില്ല, ആ മോഹം കയ്യിൽ വെച്ചേക്കുമെന്ന്. പക്ഷേ പുള്ളി നിർബന്ധിച്ചാലും എനിക്ക് പേടിയായിരുന്നേ. പിന്നെ വീട്ടുകാർ ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. 2 പേരും 2 മാത്തിപ്പെട്ടവർ. അവസാനം വീട്ടിൽ പറഞ്ഞപ്പോഴേക്കും അത് വലിയ പ്രശ്നമായി. എനിക്ക് ഒളിച്ചോടേണ്ടി വന്നു. പുള്ളിയുടെ വീട്ടിലും പ്രശ്നങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി താമസം തിരുവനന്തപുരത്തേക്കാക്കി. കാരണം നാട്ടുകാരുടെയും ബന്ധുക്കാരുടെയും ഒരു തുണയുമില്ല. ഞാനും അവിടെ ഒരു ജോലി കണ്ടെത്തി. ഞങ്ങൾ 2 പേരും കൂടി ട്രിവാൻഡ്രത്ത് ഒരു ഫ്ലാറ്റിൽ സെറ്റിലായി. കുട്ടികളൊന്നും ഇപ്പോൾ വേണ്ട, കാര്യം സാമ്പത്തികമായിട്ട് 2 പേർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല രീതിയിൽ സമ്പാദിച്ചിട്ട് മതി. പിന്നെ ഒരു ഫ്ലാറ്റ് വാങ്ങണം, ഇതിപ്പോൾ വാടകയ്ക്കാണ്. അങ്ങനെ 2 പേരും അധ്വാനിച്ച് ഇണക്കുരുവികളെ പോലെ കഴിഞ്ഞു. പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത്, ദൈവമേ, കല്യാണത്തിന് മുമ്പ് ഇങ്ങേരുടെ കൂടെ വിളിച്ചിടത്തൊക്കെ കറങ്ങാൻ പോയിരുന്നെങ്കിൽ ഒരിക്കൽ ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കുമെന്ന് സംശയമാണ്. കാരണം സ്നേഹിക്കാൻ അറിയാം, ബാക്കി എല്ലാ കാര്യത്തിലും പെർഫെക്റ്റാണ്. പക്ഷേ ഈ ഒരു അടുപ്പം വരുമ്പോഴില്ലേ, സത്യം പറഞ്ഞാൽ ഒരു 10 മാർക്ക് പോലും ഇടാൻ പറ്റില്ല. ശോചനീയമായ അവസ്ഥയായിരുന്നു. പക്ഷേ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ബന്ധം. അതുമാത്രമല്ല റിസ്ക്കാണ്. ഇതിൻ്റെ പേര് പറഞ്ഞ് ഈ ബന്ധത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് പ്രശ്നം എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെയല്ല, കുറച്ചുകൂടിയൊക്കെ ഒന്ന് മെച്ചപ്പെടാനുണ്ട്, പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും പുള്ളി അതിനെന്താ നീ പറഞ്ഞാൽ മതി എന്ന് പറയും. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഓർമ്മ വരും. അത് കഴിഞ്ഞ് പിന്നെയും തഥൈവ. എനിക്ക് ഒരു ഗുണവും അതിൽ കൂടി ഉണ്ടാകില്ലെന്ന് മനസ്സിലായി. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ കഴിയാം എന്ന് ഞാനും വിചാരിച്ചു. ദാമ്പത്യം പലർക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. അത് ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും. നമ്മൾ കാണുന്ന പോലെ അല്ലല്ലോ. ശരിക്കും പ്രേമിച്ച് കുറേ കാലം കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നല്ല രീതിയിൽ സഹകരണ മനോഭാവത്തോടു കൂടി ജീവിച്ച ശേഷം മാത്രമേ കല്യാണം കഴിക്കാവൂ. ഇനിയിപ്പോൾ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ മനസ്സിലാക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷെ ഒരു കാര്യത്തിൽ സന്തോഷിക്കാം, എൻ്റെ ഭർത്താവായിട്ട് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറൊരു ബന്ധമുണ്ടാക്കി കഴിഞ്ഞാൽ വിജയിക്കില്ല. അങ്ങനെ നോക്കുമ്പോൾ ഭർത്താവ് എൻ്റെ കൂടെ തന്നെ എന്നും കാണും. ഫ്ലാറ്റ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സഹകരണമൊന്നുമില്ലായിരുന്നു ഞങ്ങൾക്ക്. എൻ്റെ ഭർത്താവിൻ്റെ രീതി അങ്ങനെയാണ്. പക്ഷേ പതുക്കെ എനിക്ക് മനസ്സിലായത് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സഹകരണ മനോഭാവവും അടുപ്പവുമുള്ള ധാരാളം വ്യക്തികളുണ്ടെന്ന്. അതിന് കാരണക്കാരിയായത് എൻ്റെ അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന ജാനകി ചേച്ചിയാണ്. ചേച്ചി ഞാനും തമ്മിൽ അത്യാവശ്യം അടുപ്പമുണ്ട്. ചേച്ചിയാണ് ഒരിക്കൽ എന്നോട് പറഞ്ഞത്, എടി നേരെ മുകളിൽ താമസിക്കുന്ന ഫ്ലാറ്റിലൊരു പയ്യനുണ്ട്, 24 വയസ്സ്, അവൻ
തനിയാണ് താമസിക്കുന്നത്, കൂടെ ആരുമില്ല. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം കേട്ടോ. ചെക്കൻ നല്ല സഹകരണ മനോഭാവമുള്ള ആളാണെന്ന്. ഞാൻ ചോദിച്ചു, ചേച്ചി എന്താണ് ഈ പറഞ്ഞത്? എന്ത് സഹകരണമാണ്? അപ്പോൾ ചേച്ചി പറഞ്ഞു, എടി ഭർത്താവ് എപ്പോഴും കൂടെ കാണില്ലല്ലോ, പിന്നെ നല്ല ചുള്ളന്മാരും ഈ കാര്യങ്ങൾക്കൊക്കെ അറിവുകളുമുള്ള ആൾക്കാരെ നമുക്ക് ആവശ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഫ്ലാറ്റിൽ ഒത്തിരി നല്ല അവസരങ്ങൾ നമുക്കെല്ലാവർക്കും കിട്ടും. ഇവിടെയുള്ള മറ്റ് പെണ്ണുങ്ങളുമായിട്ട് നീ മിണ്ടുന്നില്ലല്ലോ, അതുകൊണ്ടാണ് നിനക്കറിയാത്തത്. ഓരോരുത്തരും ഭർത്താവ് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഇടയ്ക്ക് തിരിച്ചു വരും. ഒരു ഫ്ലാറ്റിൽ നിന്ന് അങ്ങോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ അത്ര വലിയ റിസ്ക് ഒന്നും ഉണ്ടാകില്ല. എന്തായാലും ക്യാമറ കണ്ണുകൾ നമ്മളെ കാണുന്നുണ്ട്. എല്ലാം രഹസ്യമായിട്ട് വേണം. അല്ല, ഈ ചെറുക്കന് എന്ത് സ്പെഷ്യാലിറ്റി ആണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, എടി മോളെ, അവന് സ്പെഷ്യാലിറ്റി ഉള്ളൂ. എല്ലാം സ്പെഷ്യലാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും അവനറിയാം. അല്ലെങ്കിൽ അവനിൽ അടങ്ങിയിട്ടുണ്ട്. എടി 10,000-3000 രൂപ കൊടുത്താൽ മതി. ചേച്ചി എന്തൊക്കെയാണ് പറഞ്ഞത്? പിന്നെ അവനെന്താ സൗജന്യമാണെന്നാണ് വിചാരിച്ചത്? നല്ല മോഡലിനെ പോലൊരു പയ്യൻ. ഇവിടെ അധികം ജോലിയൊന്നുമില്ല. അവൻ്റെ ജോലി എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? എന്താ ചേച്ചി അവൻ്റെ ജോലി? എടി പെണ്ണെ, നീ ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കുന്നത്? പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങൾക്ക് പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി മാർഗങ്ങളുണ്ട്. സൗന്ദര്യം ആണുങ്ങൾക്കൊരു തുറുപ്പച്ചിട്ടാണ്. അവൻ്റെ മെയിൻ വരുമാനം അങ്ങനെയാണ്. മോഡലിംഗ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെലിഫിലിം എന്നോ പറഞ്ഞൊക്കെ നടക്കും. പക്ഷെ അതിൽ നിന്ന് വരുമാനം കിട്ടില്ലല്ലോ. പിന്നെ ആകെ കൈമുതലായിട്ടുള്ളത് മുഖ സൗന്ദര്യവും ശരീര സൗന്ദര്യവുമാണ്. അപ്പോൾ അവൻ ജീവിക്കണ്ടേ മോളെ? അതുകൊണ്ട് അവൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു. എന്നാലും ചേച്ചി 3000 രൂപ, എടി അതൊരു കുറഞ്ഞ തുകയാ. ഇനി അവൻ വല്ല പരസ്യത്തിലോ സിനിമയിലോ വല്ല അഭിനയിച്ച് വലിയ ആളായി പോയി കഴിഞ്ഞാലേ നിനക്ക് പിന്നെ കണി കാണാൻ പോലും കിട്ടില്ല. ഇതൊരു സുവർണാവസരമാണ്. ഞാൻ ചോദിച്ചു, ചേച്ചി ഈ സുവർണാവസരം എത്രയൊക്കെ തവണ യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, അത് പറയാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ എപ്പോഴാണോ ഇത്തിരി നീക്കിരിപ്പ് വരുന്നത് ആ സമയത്ത് ഞാൻ അവനോട് പറയും. അവൻ എനിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കും. എനിക്ക് വേണ്ടി മാത്രമല്ലടി, ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, ഭൂരിപക്ഷം ആൾക്കാരും എന്നിൽ വഴിയാണ് അവനെ കണക്ട് ചെയ്തത്. അതെന്താ ചേച്ചി, അവർക്ക് നേരിട്ട് പറഞ്ഞുകൂടെ? അങ്ങനെ നേരിട്ട് എല്ലാവരും കൂടെ പറഞ്ഞത് ശരിയല്ലല്ലോ. സമയം സന്ദർഭമൊക്കെ നോക്കണമല്ലോ. കൂടുതലും അവന് വേണ്ടി ഞാനൊരു സഹായം ചെയ്യുകയാണെന്ന് വിചാരിച്ചാൽ മതി. ഒരു കൊച്ചു പയ്യനല്ലേ, സമ്പാദിക്കട്ടെന്നേ എന്ന് പറഞ്ഞ് ചേച്ചി കഥകളൊക്കെ വിവരിച്ചു. എന്നെ നിർബന്ധിക്കുകയും ചെയ്തു, എടി ഒരു വട്ടം നീ ഒന്ന് നോക്കൂന്ന്. അങ്ങനെ ചേച്ചിയുടെ നിർബന്ധത്തിലാണ് ഒരു വട്ടം 3000 രൂപ മേടിച്ചത്. ഞാൻ പറഞ്ഞു, ചേച്ചി ചേച്ചിയുടെ ഫ്ലാറ്റിൽ ഞാൻ വരാം. പക്ഷേ എനിക്ക് ആ ചെക്കൻ്റെ ഫ്ലാറ്റിൽ പോകാൻ വയ്യ. കാര്യം എൻ്റെ ഭർത്താവ് കണ്ടെങ്കിലോ എന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു, സാരമില്ലടി, എൻ്റെ ഫ്ലാറ്റിൽ തന്നെ വിരുന്ന് ഞാൻ അറേഞ്ച് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് 2:30 ആയപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് ചെന്നത്. ചെക്കൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാനവനെ മിന്നായം പോലെ കണ്ടിട്ടുണ്ട്. ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്. നല്ല സൗന്ദര്യമുള്ളൊരു പയ്യൻ. 3000 രൂപ എന്ന് പറയുമ്പോഴേക്കും അത് അവനുള്ള ഒരു നേരത്തെ ട്രീറ്റ് പോലുമില്ല എന്നെൻ്റെ മനസ്സ് പറഞ്ഞു. എന്തായാലും ചേച്ചിയുടെ നിർദ്ദേശപ്രകാരം ഞാനൊന്ന് ദാമ്പത്യത്തിന് അപ്പുറത്തുള്ള ഒരു മേച്ചിൽപ്പുറത്ത് മേഞ്ഞു നടന്നു. അവനാണെങ്കിൽ പെർഫെക്റ്റായിട്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഭർത്താവിന് അങ്ങനൊന്നുമില്ല. എന്തായാലും സെലിബ്രിറ്റി സ്റ്റൈലുള്ളവർ സെലിബ്രിറ്റി തന്നെ. സാധാരണക്കാരെ അടുത്ത് വീക്ഷിച്ചാൽ ഒത്തിരി ന്യൂനതകൾ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ബോഡിയും സൗന്ദര്യമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർ നമ്മുടെ സ്വപ്നത്തിലെ പോലെയുള്ള പുരുഷന്മാരോ സ്ത്രീകളോ ആയിരിക്കുമെന്ന് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് കറക്റ്റായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഭ്രാന്തമായ ആവേശത്തിലായിരുന്നു. ചേച്ചി പറഞ്ഞതുപോലെ 3000 അല്ല 5000 രൂപ വേണമെങ്കിലും മിച്ചം പിടിച്ച് ഞാൻ കൊടുക്കുമെന്നുള്ള അവസ്ഥയിലായി. എൻ്റെ സ്വകാര്യ സമ്പാദ്യത്തിൽ നിന്ന് ധാരാളം പണം അതിനുവേണ്ടി ചിലവായിക്കൊണ്ടിരുന്നു. എൻ്റെ ഭർത്താവ് അത് ചോദിക്കാത്തത് കൊണ്ട് പുള്ളിക്ക് മനസ്സിലായില്ല. എങ്കിലും പതുക്കെ പതുക്കെ എന്നിലെ മാറ്റങ്ങൾ പുള്ളി തിരിച്ചറിഞ്ഞു. എന്താണ് ഇങ്ങനെ മാറുന്നത്, എന്താണ് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നെന്നോട് ചോദിച്ചു. ഞാനൊന്നും മറുപടി പറഞ്ഞില്ല. അതൊക്കെ സ്വാഭാവികമായിരിക്കും ചേട്ടാ എന്ന് പറഞ്ഞ് വായടപ്പിച്ചു. എന്തായാലും അധികമായിട്ട് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് വലിയൊരു ഭാഗ്യമെന്ന് ആ സമയത്ത് ഞാൻ ഓർത്തു. ഇങ്ങനെ പണം ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ അവിടേക്ക് വന്നത്. അപ്രതീക്ഷിതമായിരുന്നു അവൻ്റെ വരവ്. അവൻ വിദേശ രാജ്യത്ത് 2 വർഷത്തെ ഒരു കോഴ്സ് പഠിക്കാൻ പോയതായിരുന്നു. ഭർത്താവിന് അവനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെ സന്തോഷമായി. വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും വന്നല്ലോ എന്ന്. അവനാണെങ്കിൽ കുറച്ച് മോഡേണായിട്ടൊക്കെ ചിന്തിക്കുന്ന ആളാണ്. അവനവിടെ ഇല്ലാത്തപ്പോഴാണല്ലോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. അതുകൊണ്ട് അവൻ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നു. വീട്ടുകാർ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിയിലായിരുന്നു
ആയിരുന്നു അവൻ. ഇനിയിപ്പോൾ ഇവിടെ ആണെങ്കിൽ ജോലി കിട്ടും, വിദേശത്ത് ജോലി കിട്ടും. അങ്ങനെ എൻ്റെ ഭർത്താവിനോടും എന്നോടുമൊക്കെ അവൻ സ്നേഹത്തോടുകൂടി സംസാരിച്ചു. അവനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരു വെള്ളി മണി മുഴങ്ങിയത്. അതായത് ഇപ്പോൾ ഞാൻ 3000 5000 ഒക്കെ അവന് ചോദിച്ചു കൊടുക്കുന്നു. ആ പുറകെ പോകുന്നവനേക്കാളൊക്കെ എത്രയോ തങ്കം പിടിച്ചൊരാളാണ് എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ. ഭർത്താവിൻ്റെ 1000 ഇരട്ടി സൗന്ദര്യം അവനുണ്ട്. പിന്നെ ഞാൻ സെലിബ്രിറ്റി ആണെന്ന് വിചാരിച്ച അവനേക്കാൾ 100 ഇരട്ടി സൗന്ദര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി. കൊള്ളാം, ഇത്രയും ഒരു മരതക മാണിക്യം ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഉണ്ടോ? എന്തായാലും പ്രേമിച്ച് കല്യാണം കഴിച്ചത് ഒത്തിരി ഇച്ഛാഭംഗം ഇടയ്ക്ക് തോന്നുമെങ്കിലും ഇങ്ങനെയുള്ള ഗുണങ്ങളുമുണ്ടോയെന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു. പിന്നെ ആദ്യത്തെ തവണ മാത്രമല്ലേ ഉള്ളൂ തെറ്റ് ചെയ്യാൻ ഒരു പ്രശ്നം. പിന്നീടാകുമ്പോഴേക്കും സൗന്ദര്യമുള്ള എല്ലാറ്റിലേക്കും ഒരു ചായ്വ് നമുക്ക് തോന്നുമല്ലോ. ഇവനെ കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്ക് വല്ലാത്തൊരു നീർച്ചുഴിയിൽ അകപ്പെട്ട അനുഭവമാണ്. എന്തായാലും അവൻ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാനാണെങ്കിൽ ഇവിടെ ഒരു ജോലി നോക്കുന്നുണ്ടെന്ന്. ഞാൻ പ്രോത്സാഹിപ്പിച്ചു. മോനെ ഒരു കാര്യം ചെയ്യേ, ഇവിടെ അങ്ങ് നിൽക്കുക, 2 ബെഡ്റൂം ഉണ്ടല്ലോ, നീ ഒന്നങ്ങ് സ്വന്തമായിട്ട് എടുത്തോളൂ. ഇവിടെ നിന്ന് നല്ല ഇൻ്റർവ്യൂവിനൊക്കെ പോകൂ. ഇവിടെയും നല്ല കമ്പനികളുണ്ടോ? അതോ നിനക്ക് വിദേശത്ത് പോകാനാണോ ആഗ്രഹം എന്ന് ചോദിച്ചു. ഇല്ല ചേച്ചി, എനിക്കിവിടെ നിൽക്കാൻ ആഗ്രഹമുണ്ട്. നല്ലൊരു പ്ലേസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അതിന് ട്രിവാൻഡ്രത്തേക്കാൾ ബെസ്റ്റ് വേറെ ഏതുണ്ട്? കൊച്ചിയാ ചേച്ചി കേരളത്തിൽ ബെസ്റ്റ്. ഒന്ന് പോടാ, കൊച്ചി കണ്ടവന് അച്ചി വേണ്ടെന്നാണ്. നീ അപ്പോൾ എല്ലാവരും ഉപേക്ഷിക്കും, അതുകൊണ്ട് ഇവിടെ നിന്ന് ട്രൈ ചെയ്യൂ എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് അതിന് സപ്പോർട്ട് ചെയ്തു. അനിയൻ ഫാമിലിയിൽ നിന്ന് വന്നതല്ലേ, അതുകൊണ്ട് സന്തോഷം കൂടുതലായിരുന്നു. അവൻ എവിടെ വേണമെങ്കിലും താമസിച്ചോട്ടെ, എത്ര നാൾ വേണമെങ്കിലും എന്നുള്ള രീതിയിലായിരുന്നു ഹസ്ബൻഡിൻ്റെ മനസ്സ്. അതെനിക്ക് ഗുണകരമായി. പക്ഷേ അവൻ എന്നോട് വളരെ റെസ്പെക്റ്റായിട്ടാണ് പെരുമാറുന്നത്. അത് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ ആഗ്രഹങ്ങൾ നടക്കുകയുള്ളൂ. അതിന് സമയവുമില്ല. കാര്യം ഞാനാണെങ്കിൽ രാവിലെ 8 മണിക്ക് പോകും, വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ വരും. ഹസ്ബൻഡാണെങ്കിൽ ഒത്തിരി താമസിക്കും, ചിലപ്പോൾ 11 മണി 10 മണിയൊക്കെ ആകും. ഇവനാണെങ്കിൽ മിക്കവാറും ദിവസങ്ങളിൽ വീട്ടിലിരിക്കില്ല, ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞങ്ങ് പോകും. അവന് ഇടയ്ക്ക് ജോലി കിട്ടുകയും ചെയ്തു. പിന്നെ പറയണ്ട, വരുമ്പോൾ 9:30 ആകും. അവൻ ഇവിടെ ഇരുന്നെങ്കിലല്ലേ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കാകൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ പണം കൊടുത്ത് മുകളിലത്തെ ഫ്ലാറ്റിലേക്ക് പോകേണ്ടി വരും. ഇടയ്ക്ക് അങ്ങനെയും എനിക്ക് അനുവർത്തിക്കേണ്ടി വന്നു. അനിയന് ജോലി കിട്ടി 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും അവനൊരു കാർ എടുത്തു. ഹസ്ബൻഡിന് കാറുണ്ട്. എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പുള്ളി എന്നെ വഴക്ക് പറയും. ഞാൻ പറഞ്ഞു പറ്റില്ല, ഞാൻ പഠിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഒരിടത്ത് നിർത്തിയിരിക്കുകയായിരുന്നു. അനിയൻ കാർ മേടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു, എടി അവനാകുമ്പോൾ നിന്നെ പഠിപ്പിക്കും, നിങ്ങൾ രണ്ടുപേരും കൂടെ നല്ല ഗുലാനാണല്ലോ, ഒരു പ്രശ്നവുമില്ല. എനിക്കാണെങ്കിൽ ദേഷ്യം വരും, അവന് നല്ല സഹനശക്തിയുണ്ട്, നിൻ്റെ മൂശേട്ട സ്വഭാവം അവൻ സഹിക്കുമെന്ന് പറഞ്ഞു. ഒന്ന് പോ മനുഷ്യ, നിങ്ങളാണ് മൂശേട്ട, എനിക്ക് അങ്ങനൊന്നുമില്ല. നിങ്ങൾ വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ തിരിച്ചെന്തെങ്കിലും പറയും, അതുകൊണ്ടല്ലേ. എന്തായാലും എന്നേക്കാൾ നല്ല ചോയ്സ് അവനാണ്, അവൻ നിന്നെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അവൻ്റേത് പുത്തിന് വണ്ടിയല്ലേ ചേട്ടാ, സാരമില്ല, അവൻ ഓഫുള്ള ദിവസങ്ങളിൽ നിന്നെ പഠിപ്പിച്ചോട്ടെ എൻ്റെ വണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ഫുള്ള് ഡ്രൈവിംഗ് പഠിക്കാൻ പോകാമെന്ന്. അങ്ങനെ അടുത്ത ഞായറാഴ്ച മുതൽ ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ ഇറങ്ങും, വൈകുന്നേരമാണ് വരുന്നത്. മിക്കവാറും എൻ്റെ ഭർത്താവിന് ഞായറാഴ്ച ദിവസം പ്രവൃത്തി ദിവസമായിരിക്കും. അദ്ദേഹം ബുധനാഴ്ചയാണ് ഓഫ് എടുക്കാറുള്ളത്. അങ്ങനെ ഒരു സിസ്റ്റമാണ് അവരുടെ കമ്പനിയിൽ. എന്തായാലും അത് ഞങ്ങൾക്ക് അനുഗ്രഹമായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങി. എനിക്കാദ്യം ഒത്തിരി സ്റ്റാർട്ടിംഗ് ഡൗൺ ഉണ്ടായിരുന്നു, എങ്കിലും അവൻ ചേർന്നിരുന്ന് പറഞ്ഞു തന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ആണുങ്ങൾക്ക് ഒരു പ്രത്യേക ഗന്ധമുണ്ട്, ആൺഗന്ധം. അത് പക്ഷേ എൻ്റെ ഹസ്ബൻഡിനില്ല. ഇവനങ്ങനെയല്ല. അടുത്ത് വന്നിരിക്കുമ്പോഴേക്കില്ലേ ഒരു ഹൃദ്യമായ അനുഭവമാണ്. അവനിപ്പോൾ സ്പ്രേയോ സുഗന്ധ വസ്തുക്കളോ ഒന്നും അടിച്ചില്ലെങ്കിലും അങ്ങനെ നമുക്ക് തോന്നും. അതെന്താണെന്ന് എനിക്ക് പിടികിട്ടിയില്ല. എന്തായാലും അവൻ്റെ കൂടെയുള്ള ഡ്രൈവിംഗ് പഠനത്തിൽ ഞാൻ ഒത്തിരി മെച്ചപ്പെട്ടു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡ്രൈവിങ്ങിനിടയ്ക്ക് പാർക്കിൻ്റെ സൈഡിൽ വണ്ടി നിർത്തി ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മുടെ മുകളിലത്തെ നായകൻ എൻ്റെ ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോകാനുണ്ട്, അവിടെ ബുള്ളറ്റും കൊണ്ട് വരുന്നു. അവനുമായി ഈ ഇടയ്ക്ക് ഞാൻ ഇത്തിരി അകലത്തിലാണ്. കാര്യം എൻ്റെ കയ്യിൽ നിന്ന് കാര്യമായ വരുമാനമൊന്നും അവനില്ല, അതിൻ്റെ നീരസമുണ്ട്. എന്നാലും അവൻ എൻ്റെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട്, ആ ചേച്ചി എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു ഞാൻ ഡ്രൈവിംഗ് പഠിക്കുകയാണെന്ന്. ആഹാ, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് എൻ്റെ അനിയനോട് ചോദിച്ചു. ഉണ്ട് നിഖിലേ, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ചേച്ചി ഇപ്പോൾ ഒരു 2-3 ഞായറാഴ്ച കഴിയുമ്പോഴേക്കും സ്വതന്ത്രമായിട്ട് ഓടിക്കും എന്ന് പറഞ്ഞു. എടാ നിനക്ക് ഐസ്ക്രീം വേണോ എന്നും അനിയൻ ചോദിച്ചു. വേണ്ട, ഞാൻ പോവാണ്, കാണാൻ ചേച്ചി പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് അങ്ങ് പോയി. ദൈവമേ, ഇവനെ അറിയാമോ? ഞാൻ ചോദിച്ചു
ചോദിച്ചു, നിനക്ക് നീലിനെ അറിയാമോ? ആ, എനിക്കറിയാം. ഞങ്ങൾ രണ്ടുപേരും കൂടി സോഷ്യൽ മീഡിയ വഴി പണ്ടേ ഫ്രണ്ടാണ്. അവൻ മോഡലിംഗ് ഒക്കെ ചെയ്യുമല്ലോ, പിന്നെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ അഭിനയിക്കാറുമുണ്ട്. പിന്നെ ചേച്ചിയോട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ, എന്തിനാ പ്രശ്നമുള്ളവരാണോ? അല്ല, അവൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് പൈസയൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. എന്ത് വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കുന്നു? അത് ഈ ജിം ബോഡിയൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ ഇങ്ങനെ പൊതുവെ സോഷ്യൽ മീഡിയയിൽ പണമുണ്ടാക്കാൻ സബ്സ്ക്രിപ്ഷൻ പോലെയുള്ള ചില പരിപാടികളില്ലേ, അങ്ങനെയൊക്കെയുള്ള ചില ആപ്പുകളിൽ അവനുണ്ട് കേട്ടോ. കുറച്ച് ഫേമസ് ആണ്. ചേച്ചിക്ക് അവനെ അറിയില്ല അവൻ ഫേമസ് ആണെന്ന്? അല്ല, എന്തോ മോഡലിംഗ് ഒക്കെ ചെയ്യണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് അവനെന്തോ സിനിമയിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന്. പിന്നെ ഞാൻ കാണാറുണ്ട്, ജസ്റ്റ് സംസാരിക്കും, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വെറുതെ ഒന്ന് മൂളി, നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സാണോ? ആ, അത്യാവശ്യം ഫ്രണ്ട്സാണ്, നേരത്തെ അറിയാൻ ചാറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ പിന്നെ കാണുകയും ചെയ്തു. നീ എന്തിനാണ് അവനോട് ചാറ്റ് ചെയ്യുന്നത്? നീ എന്താ പെണ്ണാണോ? പെണ്ണുങ്ങൾക്ക് മാത്രമേ ചാറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ആണുങ്ങൾക്കും പലവിധ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യരുതോ? ചേച്ചിക്ക് എന്താ അവനെ കണ്ടപ്പോൾ ഒരു ഭയം പോലെ? എനിക്കെന്തിനാ ഭയം? ഞാൻ അവൻ്റെ ആരാ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ചേച്ചി അവൻ എന്നോടെല്ലാം പറഞ്ഞു. ചേച്ചി കയ്യിലിരുന്ന സമ്പാദ്യം മുഴുവനും അവന് കൊടുത്തെന്ന് അവൻ്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. വല്ല നീക്കിയിരിപ്പുമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇതാണ് പ്രശ്നം. കാര്യം, ഇങ്ങനെയുള്ള ആൾക്കാർ എല്ലാ കാര്യങ്ങളും ചുമ്മാ തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, ഒരു രഹസ്യവും ഇല്ല. അവൻ എന്താ നിന്നോട് പറഞ്ഞത്? ചേച്ചി പേടിക്കേണ്ട കാര്യമില്ല. എല്ലാം അറിഞ്ഞെങ്കിലും ചേച്ചിയെ കുറ്റം പറയാൻ എനിക്ക് പറ്റില്ല. ഇവൻ ശരിക്കും ഇങ്ങോട്ടാണ് എനിക്ക് സോഷ്യൽ മീഡിയ വഴി മെസ്സേജ് അയച്ചത്. അവനെന്തിനാണ് നിനക്ക് മെസ്സേജ് അയക്കുന്നത്? അവൻ്റെ കൂട്ടത്തിൽ ചേരുന്നോന്നറിയാൻ വേണ്ടിയിട്ട്. ഞാനും ഇങ്ങനെ എൻ്റെ ഫോട്ടോഗ്രാഫർ ഫ്രണ്ട്സിനെ കൊണ്ട് നല്ല ഫോട്ടോസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യിക്കുമായിരുന്നു. അങ്ങനെ എനിക്കും കുറച്ച് ഫാൻസൊക്കെ ഉണ്ട്. അത് കണ്ട് അവൻ ഇങ്ങോട്ടാണ് അയച്ചത്. എന്താണ് ചെയ്യുന്നത്? എവിടെയാണ്? എൻ്റെ കൂടെ കൂട്ടു നിൽക്കാമോ? നാട്ടിൽ എന്നാ വരുന്നത്? നല്ല സൗന്ദര്യമുണ്ടല്ലോ, സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെക്കാൾ ഡിമാൻഡാണ് സൗന്ദര്യമുള്ള ആണുങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവൻ ചാറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് ഇവൻ്റെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞതാണ്. പിന്നിടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെയാണ് അവനുള്ളതെന്ന് എനിക്ക് മനസ്സിലായത്. അതൊരു സർപ്രൈസായിരുന്നു. നേരത്തെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏകദേശം ഒരു സംഭാഷണം നടത്തിയത് കൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അവൻ തുറന്നു പറഞ്ഞു, താഴെ ഇന്ന ഫ്ലാറ്റിൽ ഒരാളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, ചേച്ചിയുടെ പേര് പറയാതെ അവൻ വർണ്ണിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ചേച്ചിയും അപ്പുറത്തെ ഫ്ലാറ്റിലെ ചേച്ചിയും ഒക്കെ ഇതിലുണ്ടെന്ന്. ചേച്ചി നന്നായി പണം ചിലവാക്കിയെന്ന് അവൻ തന്നെയാണ് പറഞ്ഞതെന്ന്. എനിക്കവിടെ നിൽക്കക്കളിയിലായിരുന്നു. ഞാൻ പറഞ്ഞു, മോനെ, ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടടാ. അതുകൊണ്ട് എനിക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ഞാൻ മറ്റൊരു ജില്ലയിൽ ആടിയത്. ആടുന്നൊക്കെ കൊള്ളാം. ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാലല്ലേ, പുള്ളി ഭയങ്കര ആത്മാർത്ഥമുള്ള ആളാണ്. ചേച്ചിക്കറിയാമല്ലോ, സെൻറ്റിമെൻറ്റ്സ് കൂടുതലാണ്. പിന്നെ ഈ ഒരു കാര്യത്തിൽ മാത്രം പുറകോട്ടാണെങ്കിലും പുള്ളിയുടെ ജീവിതം പിന്നെ തകർച്ചയിലായിരിക്കും. ചേച്ചി വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. മോനെ, ഞാൻ പ്രശ്നം ഉണ്ടാക്കില്ല. പുള്ളിയോട് ഞാൻ വളരെ സ്നേഹത്തിലാണ്, നിനക്കറിയാമല്ലോ. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് നമ്മളാകാൻ തോന്നില്ലേ മോനെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ശരിയാ ചേച്ചി, ഇത് രഹസ്യമായിട്ടിരിക്കട്ടെ. അപ്പോൾ നിനക്ക് ജോലി കിട്ടിയിട്ടും നീ അവൻ്റെ കൂടെ കൂടാൻ തീരുമാനിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, നോക്കട്ടെ, എനിക്ക് അവനെപ്പോലെയുള്ള ഒരു മെൻറ്റാലിറ്റി വന്നു തുടങ്ങിയിട്ടില്ല. അവനാണെങ്കിൽ ബിസിനസ് മെൻറ്റാലിറ്റിയാണ്. എനിക്കങ്ങനെ വന്നിട്ടില്ല. എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു പാവ മനസ്സാണിപ്പം. അപ്പോൾ നീ അത് മാറ്റിയെടുക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവൻ ചിരിച്ചു. മാറ്റിയില്ല ചേച്ചി? ചേച്ചിയെപ്പോലെ കയ്യിലിരിക്കുന്ന കാശ് കളയുന്നതിനേക്കാൾ നല്ലതല്ലേ സമ്പാദിക്കുന്നത് എന്ന് ചോദിച്ചു. എന്തെങ്കിലും ആകട്ടെ, പക്ഷേ നീ വിചാരിച്ചു കഴിഞ്ഞാൽ ഇനി എൻ്റെ കയ്യിൽ നിന്ന് 5 പൈസ പോലും പോകില്ല. എല്ലാം എനിക്ക് സേവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഇങ്ങനെ എന്ന് പറഞ്ഞ് മുട്ടിൽ ഞാനൊരു മുട്ട് കൊടുത്തു. മുട്ടല്ല, കരിമ്പിൻ്റെ കരിങ്കുതിര എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ കണ്ടപ്പോൾ അതൊരു വെള്ളക്കുതിരയായിരുന്നു. അവൻ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് കാര്യമാക്കിയില്ല. എന്തായാലും നീ രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ ഇവിടെ ദക്ഷിണ വയ്ക്കൂ, ഞാൻ തന്നെ എല്ലാറ്റിലും നിനക്ക് ഗുരുവാകാം എന്ന് പറഞ്ഞു. പിന്നെ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ സമയക്രമങ്ങൾ അവന് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് അവൻ വന്നത്. പിന്നെ എന്തായാലും വളരെ എക്സ്പേർട്ടായ ഒരാളിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളിലേക്കെല്ലാം ഒരു മേച്ചിൽപ്പുറം തേടിയത് കൊണ്ട് അവന്
A to Z പഠിപ്പിച്ചു കൊടുക്കാനും എനിക്ക് പഠിച്ചെടുക്കാനും ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല. അവനോട് ഞാൻ പറഞ്ഞു, ഈ ഒരു കാര്യത്തിൽ കൂടി നിനക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ കൂട്ടുകെട്ട് മോനെ ഒത്തിരി സഹായിക്കും എന്ന് പറഞ്ഞ് തേടിയ വള്ളി കാലി ചുറ്റിയ ഞാൻ വള്ളി അഴിഞ്ഞ് പട്ടം പോലെ തുള്ളിച്ചാടി. എന്തുകൊണ്ടും എത്രയോ കാശ് മുടക്കിയ അവനേക്കാൾ എൻ്റെ അനിയൻ എത്ര മെച്ചമാണ്, എത്ര ഗുണകരമാണ്, എത്ര മനോഹരമാണ് എൻ്റെ ജീവിതം. ഇത് എനിക്ക് സമ്മാനിച്ച ആരോട് ഞാൻ നന്ദി പറയണ്ടു എന്ന് വിചാരിച്ച് ഞാൻ ഒത്തിരി രാത്രികളിൽ സ്വയം ചിരിക്കുമായിരുന്നു. ആദ്യത്തെ 6-7 മാസം അനിയനോട് ഞാൻ പറഞ്ഞു, ഇല്ല, നിന്നെ ഞാൻ എങ്ങും വിടില്ല. കാര്യം എനിക്ക് അവൻ്റെ ഐഡിയ ഒട്ടും ഇഷ്ടമല്ല. കാര്യം ജോലിയുടെ കൂട്ടത്തിൽ തന്നെ സമ്പാദിക്കാനാണെങ്കിലും മറ്റവനെ പോലെ ആകുന്നത്, എന്ന് വെച്ചാൽ മുകളിലത്തെ ഫ്ലാറ്റിലെ അവനെ പോലെ ആകുന്നത് എനിക്ക് താല്പര്യമില്ലായിരുന്നു. എൻ്റെ സ്വന്തമായ ഒന്ന് വേറൊരാൾ അത് വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ മനസ്സ്. പക്ഷെ പിന്നീട് അവൻ എന്നോട് പറഞ്ഞു, ചേച്ചി, പണത്തിന് പണം വേണം. ചേച്ചിയുടെ പണം ഒത്തിരി നഷ്ടപ്പെട്ടു, അതിൻ്റെ 100 ഇരട്ടി നമുക്ക് നേടിയെടുക്കണ്ടേ? ചേച്ചിക്കോ പറ്റില്ല. അപ്പോൾ പിന്നെ എനിക്ക് ആയാലെന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അതിൽ ഒരു പോയിൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നീട് ഞാൻ അവനെ പ്രോത്സാഹിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ മാഡം, ഒരു സ്ത്രീയായി ഞാൻ വിചാരിച്ചാൽ പോലും ഇത്രയും പണം ഇത്രയും ചെറിയ സമയത്ത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യൻ്റെ സൗന്ദര്യത്തിന് നമ്മൾ വെറുതെ പറയുന്നതിനേക്കാൾ ഒത്തിരി പ്രാധാന്യമുണ്ട് മാഡം ജീവിതത്തിൽ. പലരും പറയും മനസ്സിൻ്റെ സൗന്ദര്യമെന്ന്. അങ്ങനെയൊന്നും അല്ലെന്ന് എൻ്റെ ജീവിതം പഠിപ്പിച്ചു. ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി സൗന്ദര്യമുള്ളവർക്കാണ്. മാഡത്തിന് അങ്ങനെ തോന്നുന്നില്ലെങ്കിലും എൻ്റെ ഈ കഥയിൽ അല്ലെങ്കിൽ അനുഭവത്തിൽ അതുതന്നെയാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഇവിടെ ഒത്തിരി ആളുകൾ സൗന്ദര്യം കൊണ്ട് രക്ഷപ്പെടുന്നുണ്ട്. അത് മാഡത്തിന് നിഷേധിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും നിഷേധിക്കാൻ പറ്റില്ല. സൗന്ദര്യത്തിന് വലിയൊരു വാല്യമുണ്ട്. നമ്മളിപ്പം ഭയങ്കര സാഹിത്യം പറയും, അങ്ങനെയല്ല, ആന്തരിക സൗന്ദര്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, സൗന്ദര്യത്തിൻ്റെ അത്രയും മനുഷ്യനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ലോകത്തിൽ വേറെ ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. പൊതുവായി പറയുമ്പോൾ നമ്മളതിനെ വളരെ സാധൂകരിച്ച് പറയുമെങ്കിലും സൗന്ദര്യത്തിന് എപ്പോഴും മുൻതൂക്കമുണ്ട്. എല്ലായ്പ്പോഴും വേണമെന്നൊന്നുമില്ല, പക്ഷേ എന്നാലും ഭൂരിപക്ഷ സമയങ്ങളിലും സൗന്ദര്യത്തിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട്. അത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും. പിന്നെ കഥകളിലാണെങ്കിലും എന്തിനായാലും എല്ലാവർക്കും സൗന്ദര്യം തികഞ്ഞ ആളുകളെ ആണല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതൊക്കെ ജീവിതത്തിന് നഗ്ന സത്യമാണ്. അപ്പോൾ ഇത് കഥയാണെങ്കിലും കാര്യമാണെങ്കിലും അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യവും ഈ നടക്കുന്ന സംഭവങ്ങളുമൊക്കെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്, അല്ലാതെ ഭാവനയാണെന്നൊന്നും പറഞ്ഞ് തള്ളാൻ പറ്റില്ല. കാര്യം ഇപ്പോഴത്തെ സമയത്ത് മനുഷ്യരുടെ ജീവിതം വളരെ വ്യത്യസ്തമാണ്.